2000 കാലഘട്ടത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ ദേവദൂതൻ എന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണെന്നുള്ളൊരു വാർത്ത കേട്ടു. എത്രത്തോളം ശരിയാണെന്നറിയത്തില്ല, എങ്കിലും അതിന് സ്ഫടികമൊക്കെ റിലീസ് ചെയ്ത സ്ഥിതിക്ക് മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ റിലീസ് ചെയ്തേക്കുമെന്നാണ് എൻ്റെയും ഒരു പ്രതീക്ഷ. അപ്പോൾ ദേവദൂതനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു. എനിക്ക് ഞാൻ ആ സിനിമ ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ടി വിയിലാണ് കാണുന്നത്. അത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഏകദേശം 2-3 വർഷത്തിനകം ഞാൻ 2-3 വർഷം ഒരു സിനിമ റിലീസ് ചെയ്തൊരു 2 തൊട്ട് 5 വർഷത്തിനുള്ളിൽ 1, 2, 3 തവണ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അത് ടി വിയിലാണ് കണ്ടത്. അപ്പോൾ അന്ന് തന്നെ ആ സിനിമയോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിരുന്നു. കാരണം അന്നത്തെ പോലെയുള്ള സിനിമകളുടെ ഒരു കൂട്ടായിരുന്നില്ല ആ സിനിമയ്ക്കുണ്ടായിരുന്നത് എന്ന് തന്നെയാണ് എന്നെ ആ സിനിമയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ഒരു 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 ഇത് തോന്നും, അതിലോട്ടങ്ങ് നമ്മൾ ആയിപ്പോവും, നമ്മളങ്ങ് കണ്ടിരുന്ന് പോവും. ഒരു 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 ക്യൂരിയോസിറ്റി ഉണ്ട് ആ സിനിമയോട് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് അത് വലിയ സാമ്പത്തിക വിജയം നേടിയില്ല എന്ന് പറയുന്നു. പിന്നീട് അതിനൊരു കൾട്ട് ഭാവം, ഒരു മാനം വന്നു പ്രേക്ഷകർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി കാരണങ്ങൾ ഞാനീ പറയുന്നില്ലെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ദേവദൂതൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2.25 മണിക്കൂറിനും 2.25 മണിക്കൂറിനും ഇടയ്ക്ക് സിനിമയുണ്ട്. അപ്പോൾ അത് അന്നത്തെ കാലത്തെ സിനിമയുടെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് 1.5 മണിക്കൂറിൽ കൂടുതലുള്ള ഒരു സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സിനിമയുടെ ഭാവിക്ക് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ദേവദൂതൻ്റെ കാര്യത്തിലും. പിന്നെ ഇത് ദേവദൂതൻ വെട്ടിക്കുറയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. അത് റിലീസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ അതിനെ സംബന്ധിച്ച് അതുകൊണ്ട് പറയുന്നതാണ്. എല്ലാ കാര്യങ്ങളും പുതിയ കാല സിനിമകളുമായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ ഭാവിയായിട്ട് തട്ടിച്ച് നോക്കി ഞാൻ പറയുന്നതാണ്. പിന്നെ അതിൻ്റെ കട്ട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ നീളം കൂടിയ സിനിമയായിട്ട് അവർ ലെങ്ത് കുറയ്ക്കാനായിട്ട് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കട്ട്സൊക്കെ ഒരു ആധുനിക സിനിമാ കട്ട് പോലെ ആയി. അത് അതിൻ്റെ എഡിറ്റിങ്ങും രീതികളുമൊക്കെ അങ്ങനെ ആയി താണ് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയില്ല അതിൻ്റെ നിജസ്ഥിതി എന്താണെങ്കിലും അതിൻ്റെ കട്ട്സൊക്കെ പുതിയ സിനിമയ്ക്ക് ചേർന്നതാണ്. പെട്ടെന്ന് അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ ഒരു പോകുന്നൊരിത്, അതും ഒരു സിനിമയ്ക്ക് ചിലയിടങ്ങളിൽ നല്ല ഫാസ്റ്റ് അനുഭവപ്പെടുന്നുണ്ട്, ചിലയിടങ്ങളിൽ നമുക്ക് നമ്മളെ ക്യൂരിയസ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ സിനിമ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് മാത്രം ഇച്ചിരി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അന്നത്തെ സിനിമയായതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു 2.25 മണിക്കൂറിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു നമുക്ക് തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റി, പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ ഒരു ഫാസ്റ്റ്, പിന്നെ അതിൻ്റെ കട്ട്സ്, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും, പിന്നെ അതിലോട്ട് വരാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അന്ന് എന്നെ ആകർഷിച്ച കാര്യമാണ്. അന്ന് ഈ കാര്യത്തിൽ ഇത്രയൊന്നും നോളജ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ പതിഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ഞാനീ പറയുന്നത്. പിന്നീടാണ് അതിൻ്റെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളുടെ ഒരു ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. പിന്നെ ഉള്ളത് പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക്കാണ്. വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ്. ഇപ്പം കരളേ നിൻ കൈ പിടിച്ച് എന്നാണോ എന്നെനിക്കറിയത്തില്ല, അതോ കൈ പിടിച്ചാൽ എന്നാണോ എന്ന് എനിക്കറിയില്ല. എന്താണേലും അത് ഇപ്പം ഞാൻ തന്നെ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പാടിപ്പോയെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആ പാട്ട് നമ്മളെല്ലാവരെയും സ്വാധീനിച്ചെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആ പാട്ട് മാത്രമല്ല, അതിലെ മറ്റൊരുപാട് എല്ലാ പാട്ടുകളും തന്നെ വളരെ നല്ലതാണ്, വളരെ നൊസ്റ്റാളജിക്കാണ്, പടത്തോട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നു. പടത്തിന് മറ്റൊരു മാനം തന്നെ അതിൽ മ്യൂസിക് നൽകുന്നുണ്ട്. അപ്പോൾ അത് മ്യൂസിക് തീർച്ചയായിട്ടും നമ്മളെ ആ സിനിമയിലേക്ക് വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ആ കാലത്ത് നമ്മളത് കാണുമ്പോൾ ഉള്ള എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ മ്യൂസിക് ഓഫ് കോഴ്സ് ഈസ് എ ഫാക്ടർ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഈ മ്യൂസിക് വെച്ച് ഇങ്ങനെ ഒരു സിനിമയെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ആൾക്കാർ
സിനിമാക്കാർ എന്താ എന്താ പറയുക വെറി പൂണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേനും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിലോസഫി എന്ന് പറയുന്ന അത് ഫിലോസഫി പണ്ടത്തെ ഫിലോസഫിയാണ്, പക്ഷേ അതിനെ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു 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 ക്രൈമിൻ്റെ സ്വഭാവം വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കുറച്ചുകൂടെ ഒരു അത് പറയുമ്പോൾ പിൻഗാമി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എടുത്തു പറയണം. അപ്പോൾ പിൻഗാമിയും ഇതിൻ്റെ റൈറ്ററായ രഘുനാഥ് പാലേരിയുടെ സിനിമ തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് പിൻഗാമി. അതെങ്ങനെ അന്ന് വിജയിക്കാണ്ട് പോയെന്നുള്ളത് അത് മറ്റൊരു അത്ഭുതമാണ്. അതും റിലീസ് ചെയ്താൽ കൊള്ളാം. അപ്പോൾ കാരണം പുതിയൊരു സിനിമയുടെ ഫോർമാറ്റാണത്. അനാവശ്യമായ കാര്യങ്ങളൊന്നുമില്ല, കാര്യം മാത്രം ടപ്പേന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുക, ഒറ്റ സ്ട്രെച്ചിൽ കാര്യം കഴിയും. അപ്പോൾ ദേവദൂതനും അങ്ങനെ തന്നെയാണ്, പക്ഷെ ചില സ്ഥലത്തൊക്കെ ഇച്ചിരി ആ കഥയൊക്കെ തിരുത്തിയതിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കാം അതൊക്കെ തിരുത്തി വന്നതാണ്. നേരത്തെ മോഹൻലാലൊന്നും അല്ലായിരുന്നു അതിൽ നായകനാകാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അത് തിരുത്തി വന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ കുറച്ച് സീൻസൊക്കെ വെട്ടിക്കളഞ്ഞ് കാണണം. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, നിജസ്ഥിതി എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ, അതായത് അതിൻ്റെ ഫിലോസഫി ഈ ഒരു പുതിയ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് അത് ദഹിക്കാണ്ട് പോയത്, അതുകൊണ്ടായിരിക്കണം. പക്ഷെ ഇന്നത് ഇതിനൊരു ജസ്റ്റ് ഇന്നിപ്പം ഇങ്ങനൊരു ഈ ഒരു ഫിലോസഫിക്കൽ ഒരു പടം ഇറക്കുവാണെങ്കിൽ പോലും ഒരു സ്വല്പം ഗ്രിപ്പ് കിട്ടും. സ്വല്പം, എൻ്റെ കാലം കഴിഞ്ഞാണ്, എന്നാലും ഒരു സ്വല്പം ഇതൊരു പഴയ സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആളുകൾ കാണുന്നുണ്ട്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ ഇത് പഴഞ്ചൻ ഫിലോസഫി തന്നെയാണ്. പക്ഷേ അതിനെ പഴഞ്ചനെന്ന് നമ്മൾ ആ ഒരു പഴഞ്ചൻ എന്നുള്ള ആ ഒരു ചട്ടക്കൂട് മാറ്റിയിട്ട് ഒരു പുതിയ കൂട്ടിലിട്ട് രഘുനാഥ് പാലേരി അന്ന് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. അതിനെ അന്ന് ആൾക്കാർ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് അത് ഏറ്റെടുക്കാനൊരു കാര്യം ഇതാണ്. പിന്നെ നോക്കുമ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ അതിൽ അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളതൊരു കാര്യമാണ്. പിന്നെ സിബി മലയിലിനെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംവിധായകൻ, അദ്ദേഹം ഇങ്ങനെ തിരക്കഥകളുടെ ആ ഒരു ഭാവം അറിഞ്ഞ് തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയൊക്കെ പരിശോധിച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും രഘുനാഥ് പാലേരിയുടെ ആ കഥയുടെ ആ സത്ത് കളയാണ്ട് തന്നെ അത് സിനിമയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പല റൈറ്ററുകളും മാറുന്നതിനനുസരിച്ച് ആ റൈറ്ററുടെ സത്ത്, സ്ക്രീൻ പ്ലേയുടെ സത്ത് പോകാണ്ട് ചില ഡയറക്ടർമാരാണെങ്കിൽ എഴുതുന്നത് വേറൊരു രീതിയിലും സംവിധാനം ചെയ്യുന്ന വേറൊരു രീതിയിലും ആയിപ്പോകും. പക്ഷേ ഇദ്ദേഹം അത് കറക്റ്റായിട്ട് ആ ഒരു സത്ത് അതേപടി തന്നെ നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചേരുവകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയാണ് ദേവദൂതൻ. പക്ഷേ ദേവദൂതൻ്റെ അകത്ത് ഫിലോസഫിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല, കാരണം അത് കാലം കഴിഞ്ഞതാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇന്നത്തെ പല ചവറ് സിനിമകളുടെ ഇടയ്ക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. അത് നമുക്ക് 2.25 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണ്. 1.5 മണിക്കൂർ കൂടുതലൊക്കെ എവിടെയാണ് നമുക്ക് സമയം. അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ദേവദൂതനെ പറ്റി ഇതൊക്കെയാണ് എൻ്റെ അനുഭവം. ഇത്തരം കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ ദേവദൂതൻ ഒരു കൾട്ടായിട്ട് മാറിപ്പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഈ ദേവദൂതൻ റിലീസ് ചെയ്യുമായിരിക്കാം, അറിയില്ല. ഏതായാലും കാത്തിരിക്കാം. താങ്ക് യു.